നല്ല മണമുണ്ട് കേട്ടോ. സർ ഞാൻ ഇന്ന് സാറിന് വേണ്ടി സ്പെഷ്യൽ ചെയ്തെന്നാന്നറിയാം, ഒരു ചിക്കൻ മപ്പാസാ. പക്ഷെ സർ ബേസിക്കലി എനിക്ക് ഫ്രം തൃശ്ശൂരാ അല്ലേ? അവിടേക്ക് അത് ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല. ചിക്കൻ ഉണ്ട്, പക്ഷെ മപ്പാസ് കേട്ടിട്ടില്ല. ഇല്ല അല്ലെ? അത് കുറച്ച് ഞങ്ങളുടെ എന്നാ പറയുന്നത് കോട്ടയം സൈഡിലോട്ടൊക്കെ ഇച്ചിരി വരുന്നതാ. കഴിച്ച് ബേസിക്കലി ഗായത്രി വെജ് ആണല്ലേ? കുഞ്ഞുനാൾ മുതലേ വെജ്. അല്ല, ഞാൻ ആക്ച്വലി നോൺ വെജ് കഴിച്ചിരുന്നു. ഞാൻ നിർത്തിയിട്ട് ഒരു 15 വർഷമായി. എന്നാലും ഇല്ല, ഒന്നുമില്ല, കുറച്ചൊരു യോഗയും ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പം പിന്നെ നിർത്താൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ എന്നാ പറയുന്നത് ഒന്ന് പാൽപ്പറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ഒത്തിരി ആണല്ലേ? എന്നെ കണ്ടോണ്ട് പറയരുത്. അയ്യോ, ഇത്ര സുന്ദരിയായിട്ട് ഞാൻ എന്ത് പറയാനോ. നമ്മളെല്ലാവരും ആനിയുടെ ഫാൻസ് ആണ്, പണ്ടും ഇപ്പോഴും. വണ്ണം വെച്ചിരുന്നിട്ട് ഇച്ചിരി ടിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഗോപി മുതുകാട് സാറിന്റെ ചേച്ചിയോട് പറഞ്ഞു, ഗോപി മുതുകാട് സാർ സ്റ്റിൽ സർ, ഞാൻ എത്രയോ കാലമായി സാറിനെ കണ്ടിട്ട്, സ്റ്റിൽ എവർഗ്രീൻ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയോട്, ഞാൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ടിപ്പ് ഉണ്ടോന്ന്. അതേപോലെ ഇപ്പൊ ഞാൻ ഗായത്രിയോട് ചോദിക്കേണ്ടി വരുന്നു, ഗായത്രി എനിക്ക് വല്ല ടിപ്പും പറയാം. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന് വന്നപ്പോ തൊട്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും സാറിന് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു പുരോഹിതന്റെ ലുക്കുണ്ട്. എനിക്കോ? ശരിക്കും കുഞ്ഞുനാളിൽ വല്ലോ പുരോഹിതനാവാനായിട്ട് വല്ലോ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ പുരോഹിതനാകാൻ ശ്രമിച്ചത് കൊണ്ട് നമ്മുടെ ഇല്ല, പക്ഷെ സാറിന് ശരീരം മാറുന്നില്ല. എനിക്ക് തോന്നിയതാട്ടോ. ശരിക്കും ഒരു ലോഹയൊക്കെ ഇട്ട് വന്നാൽ ഞാൻ ശരിക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയാക്കിയോ എന്ന് ഞാൻ പറയേണ്ടി വരും. അതിന് ചെറിയ വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു തെറ്റുമില്ല കേട്ടോ. എന്നാ സാർ അതിന്റെ കഥ? 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടതാണോ? വീട്ടിൽ നിന്ന് വിട്ടതാണ്. വീട്ടിൽ നേർച്ചയൊന്നും ഒന്നുമല്ല. ഞാൻ വളരെ പാഷനേറ്റ് ആയിരുന്നു. അച്ഛനാകണമെന്നല്ല, ഡിവൈൻ കാര്യത്തിൽ വളരെ 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 സ്പിരിച്വൽ തോട്ട്സ് ഒരുപാടുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന്. അങ്ങനെ വരുന്നത് മേ ബി റീഡിങ്സ് ആൻഡ് സാഹചര്യങ്ങൾ. പിന്നെ എൻ്റെ വീട് പള്ളിയിൽ അനുഭവങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മിറക്കിളൊന്നും കണ്ടിട്ടൊന്നുമല്ല. മെയിൻലി അതിനൊരു റീസൺ, എനിക്ക് ഈ പാട്ട്, സംഗീതം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട് പള്ളിയുടെ അടുത്താണ്. അപ്പോൾ എപ്പോഴും ഈ സംഗീതം ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതും അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും ഈ പള്ളിയിലാണ്. സംഗീതത്തിനോടുള്ള താല്പര്യമാണ് കൂടുതൽ എന്ന് അവിടുത്തെ മേലാധികാരികളെ കണ്ട് അവർ മനസ്സിലായി. എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അവിടെ പോയിട്ട് പാടുകയല്ല. അപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു, വയലിൻ. അപ്പം ഇത് ഞാൻ വായിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് വായിക്കേണ്ട നേരത്തിനൊരു ചെറിയൊരു കണക്കൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഉറങ്ങുന്ന നേരത്തും പോയിട്ട് അത് വായിക്കാൻ സാർ ഇപ്പൊ വയലിന് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ? ശരിക്കും എൻ്റെ ഒക്കെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗായത്രി. ശരിക്കും വയലിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ബേസിക്കലി സാഡ് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാ. നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് പഠിച്ചത് കൊണ്ടാണ്. അല്ല സാറിന് ഇതിനോട് പ്രണയം തോന്നാൻ കാരണം? പണ്ട് ഈ വയലിനൊക്കെ നമ്മുടെ ആൾക്കാർ നാട്ടിൽ കാണുന്നത് ഇത് ഡ്രാമയ്ക്ക് സങ്കടം വായിക്കാനാണ്. അപ്പം അങ്ങനെ അതിനൊരു സങ്കടപ്പെട്ടിയായിട്ട് അങ്ങോട്ട് ഒരു അതിനെ മാറ്റി നിർത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതല്ല, വയലിൻ ഇറ്റ്സ് ദ മോസ്റ്റ് റൊമാൻറ്റിക് ഇൻസ്ട്രുമെന്റ്. അതായത് നമ്മുടെ മനസ്സിൽ എന്ത് ഫീല് നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് പാടിയിട്ട് നമുക്ക് അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വയലിനിലൂടെ അത് ചെയ്യാൻ പറ്റും. ഒരു പാട്ടില്ലേ കാട്ടിലെ മൈനയും, അതില് സർ വയലിൻ വിത്ത് ആ പാട്ടിൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ പാട്ടിനെക്കാട്ടിൽ ഒരുപടി മുന്നേ വയലിൻ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതില് ആ പാട്ട് മാത്രമല്ല, അതില് മൊത്തം ഞാൻ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ കമ്പോസിങ്ങിന് എല്ലാവരും അത് ആദ്യകാലങ്ങളിൽ എനിക്കറിയില്ല. പലരും ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി എൻ്റെ പാട്ടിൻ്റെ സ്ട്രക്ചറിൽ ഒരു വയലിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ആ പാട്ടൊന്ന് ഗായത്രി പാടിത്തരുമോ ഞങ്ങൾക്ക് വേണ്ടി സാറിന്? കാട്ടിലെ രണ്ടുപേരും മതി ഗായത്രി, ഒരു സ്വാർത്ഥ ചിന്തയുടെ പുറത്ത് പറയാം. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ, കുളിർ കാറ്റോ, കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ, മലർ വീടോ, മലർമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനി ആരും.
വീശതാരു കുളിർ കാറ്റു. സാർ ഒരു വയലിനിസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ? ചെറിയൊരു വേഷം. ഗായത്രിക്ക് അറിയോ അത്? ഇല്ല അല്ലേ? സാർ പറഞ്ഞു തരും. എൻ്റെ കാരിയർ ഇപ്പം ഞാനൊന്ന് ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഒരു ലേമനായിട്ടല്ല, നമുക്കൊരു ചെറിയ സെലിബ്രിറ്റിയുടെ സ്ഥാനം കിട്ടുന്നത് ഈ സംഗീത സംവിധാനം ചെയ്തുകൊണ്ടാണ്. ഇതിനെല്ലാത്തിനും ഒരു നിമിത്തമായതാണ് ആ വയലിനിലൂടെയുള്ള വയലിൻ പിടിച്ചുള്ള അഭിനയം. ആരവം. എനിക്ക് ആ സീൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ലളിത ചേച്ചിയും ഭരതേട്ടനും കല്യാണം കഴിച്ച് അവരുടെ ഹണിമൂണായിരുന്നു അത്, ആ സെറ്റിൽ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സർക്കസിലെ ഒരു വയലിനിസ്റ്റായിട്ടാണ് അത് ക്യാരക്ടർ. പക്ഷേ സിംബോളിക് ആണ്, എല്ലാവരുടെയും വികാരങ്ങൾക്കനുസരിച്ചായിരിക്കും ഞാൻ വയലിൻ വായിക്കുന്നത്. നമ്മൾ ലൈവ് സൗണ്ടാണ്. അപ്പം അന്ന് ഈ കൂടാരം ഫസ്റ്റ് വരുന്നത് ഒരു വണ്ടിയിലാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഹൊഗനക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, നടന്നാൽ വീഴും. അതേപോലെ കുണ്ടും കുഴിയും മേടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിലൂടെ ഈ ഒരു തരം എന്തെന്നാ പറയുക, കണ്ട ഈ ഒരു ജീവിയുടെ പോലെയൊക്കെ ഇരിക്കും അതിൻ്റെ ആ ഒരു വണ്ടി. പഴയകാലത്തെ വണ്ടിക്ക് വേണ്ടി അങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പം അതിൻ്റെ എല്ലും കോലൊക്കെ ആടുന്നൊരു വണ്ടിയാണ്, ഒരു കൺട്രോളും ഇല്ല. ആ വണ്ടിയിലൊരു വലിയൊരു കൂട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. ആ കൂടിന് ഏതാണ്ട് ഒരു 10 അടി ഉയരം വരും. എന്നിട്ട് ഈ ഉറപ്പില്ലാത്ത വണ്ടിയുടെ ഈ അടുത്ത് 10 അടി ഉയരത്തിലുള്ള കൂടും അതിൻ്റെ അകത്ത് 2 പുലിയും. ഇതിൻ്റെ മേലെയാണ് ഞാൻ ഇരിക്കുന്നത്. ആദ്യത്തെ ചാട്ടത്തിൽ തന്നെ ഞാൻ ഓളിയിട്ടു. കാരണം താഴ്ത്തിക്ക് വീഴും. നമുക്ക് താഴ്ത്ത് ഇറങ്ങാൻ പറ്റില്ലേ, പുലിയാ. അതിന്റെ മേലത്തിന് റിയലിസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? അത് മാത്രമല്ല, ശരിക്കും ഭരതൻ സാർ എന്ന് പറയുന്ന ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്, ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു സാറാണ്. അങ്ങനെ ആ ഒരു ഷോട്ട് അവിടെ നിർത്തിയിട്ട് ബാക്കി എന്നെ വേറെ അതിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടൊക്കെ ഷോട്ട് പിന്നെ ചെയ്തില്ല. അതിൽ ടൈറ്റിലിൽ പേരൊക്കെ വരും, പുതിയ പ്രതിഭകൾ എന്ന് പറഞ്ഞിട്ട് 2 പേരാണ്. ഒന്ന് ഞാനും ഒന്ന് പ്രതാപബോധനും. അത് കഴിഞ്ഞിട്ടാണ് സാർ അതൊരു ക്യാരക്ടറായിട്ടേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഭരതൻ സാറിന്റെ കാതോട് ഫസ്റ്റ് മ്യൂസിക് ചെയ്യുന്നത് അല്ലേ സാർ? ഈ സാറിന്റെ ഫസ്റ്റ് ഈണമല്ലേ ഫസ്റ്റ് മൂവി? അല്ല, ഈ ആരവൻ തന്നെയാണ് ക്രെഡിറ്റ് വൈസ് ഫസ്റ്റ് മൂവി. അതായത് അതിൽ ഞാൻ പറഞ്ഞില്ലേ, ലൈവ് സൗണ്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ സൗണ്ടുകളൊക്കെ അന്നത്തെ കാലത്ത് ഷൂട്ടിംഗ് സമയത്ത് നാഗരയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഡബ്ബിങ് സമയത്ത് ഇവർ നാഗരയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ ഡബ്ബിങ് കേൾക്കാനില്ലേ, പകരം വയലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് അതൊക്കെ തപ്പിപ്പിടിച്ച് അവർ. പക്ഷേ ആ വയലിൻ അന്ന് അവിടെ വായിച്ചത് ഒരു നിമിത്തമായതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് തന്നെ റീ റെക്കോർഡിംഗ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അന്ന് പരിചയക്കുറവുണ്ടായിരുന്നു. ജോൺസൺ അന്ന് എൻ്റെ വളരെ, ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ മദ്രാസിലേക്ക്. അപ്പോൾ ഞാൻ ജോൺസണോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ ജോൺസൺ അതിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആദ്യം സംഗീത സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതാണ് ചെയ്തത്. സർ, അപ്പം ഈ ഒരേ കടൽ എന്ന് പറഞ്ഞ ശ്യാം പ്രസാദ് സാറിൻ്റെ ഒരു മൂവി ഉണ്ടല്ലോ, അതിന് ഒരേ രാഗം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ സാർ? ആ പാട്ടുകളെന്നല്ല, ആ പടം മൊത്തം ഒരു രാഗത്തിൽ വേണമെന്നുള്ളൊരു ചിന്താഗതി, ആ ഒരു ഐഡിയ സംവിധായകൻ്റെയാണ്, ശ്യാമപ്രസാദിൻ്റെ പറഞ്ഞതാണ്. പക്ഷേ അത് ഇത്രയും കാഠിന്യമാവും നമ്മുടെ പണിന്ന് അന്ന് ചിന്തിച്ചില്ലേ. കാരണം അന്ന് ഒരു പാട്ട് 2 പാട്ട് മാക്സിമം എന്ന് പറഞ്ഞു. ആ ഒരു ഇത് സാർ ശ്യാം പ്രസാദ് സാർ ആ ഒരു സജഷൻ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് എനിക്ക് സാറിന് നാഷണൽ അവാർഡ്. തീർച്ചയായിട്ടും. കാരണം ഇന്നേ വരെ ഒരു സിനിമയിലും ലോക സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ രാഗത്തിൽ 5 പാട്ട്, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഹോംവർക്ക്സ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടം ആരംഭിച്ചപ്പോഴല്ല ഹോംവർക്ക് ചെയ്തത്. ഞാൻ ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗായത്രി ഹിന്ദുസ്ഥാനി സംഗീതം അല്ലേ പഠിച്ചേക്കുന്നത്? കർണാടിക് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹിന്ദുസ്ഥാനി. അമ്മൂമ്മ നന്നായിട്ട് പാടും. അമ്മൂമ്മ നന്നായി പാടും. കഥകളി അതൊക്കെ പാടുമായിരുന്നു. അമ്മൂമ്മ ഇങ്ങനെ കൺസേർട്ട് ഒക്കെ ചെയ്യാറുണ്ട്. ആ, ടീച്ചറായിരുന്നു സ്കൂളിൽ. കൺസേർട്ട് എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കുറേ വർഷമായി ഇപ്പം മരിച്ചിട്ട്, 100 വയസ്സായിട്ടാണ് മരിച്ചത്. അപ്പൊ അന്നത്തെ കാലത്ത് സ്കൂളിൽ കർണാട്ടിക് പഠിപ്പിച്ചു. അമ്മൂമ്മ പാടുന്ന കേട്ടിട്ടൊക്കെയാണ് ഗായത്രിക്ക് ഇൻസ്പിറേഷൻ തോന്നി? അത് അമ്മൂമ്മ അല്ല കൊച്ചുമോള് പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് പിടിച്ചടുത്തിരുത്തി പഠിപ്പിച്ചതാണ്? അമ്മയായിരുന്നു, അമ്മയ്ക്കായിരുന്നു കൂടുതൽ. അമ്മ പാടും, പക്ഷെ
ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്. ശരിക്കും സാറിന്റെ അരയന്നങ്ങളുടെ വീട് സിബി മലയിൽ സാർ ഡയറക്ട് ചെയ്ത് രവീന്ദ്രൻ സർ ഗായത്രി വരുന്നത് അല്ലെ മ്യൂസിക്കിലേക്ക് ദീനദയാലു. അതൊന്ന് പാടൂ, നല്ല പാട്ടാണ്. ദീനദയാലു രാമ ജയ സീതാവല്ലഭ രാമ ശ്രിതജനപാലക രഘുപതി രാഘവ ശ്രിതജനപാലക രഘുപതി രാഘവ പീതാംബരധര പാവന രാമ. തുടക്കം കുറിച്ച് തുടക്കം കുറിച്ച് നല്ല ഐശ്വര്യം. എനിക്ക് ഇത് ഗായത്രി പാടിയ പാട്ടാണെന്ന് അറിയാം, പക്ഷേ ഇതാണ് ഗായത്രിയുടെ ആദ്യത്തെ പാട്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് സോങ് ആണെന്ന് സാറിന് അറിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും അധികം പറഞ്ഞ മാതിരി ഏറ്റവും അധികം ഓണർ കിട്ടിയത് സാറിന്റെ പാട്ടിൽ നിന്നാണ്. ഇപ്പൊ എന്റെ നീ കണ്ണൊക്കെയാണെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അത് സാറിന്റെ പാട്ടാണ്. അതെ, അതൊന്ന് പാടോ. അയ്യോ അതിപ്പോ പാടാത്ത പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയേ ഫസ്റ്റ്, പിന്നെ ഇത് പാടിയേ പറ്റും. എന്തേ നീ കണ്ണ എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇങ്ങു കഴിയുന്നു പാവമേ ഗോപിക. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം.